2022 സെപ്റ്റംബർ 1 കോട്ടയത്ത് ഒരു കുന്നിൻ മുകളിൽ ഒരു സ്കൂൾ ക്യാമ്പസിൽ ഒരു ചില്ലുമൂടിയ ശവപ്പെട്ടിക്കുള്ളിൽ ഒരു സ്ത്രീ കിടക്കുന്നു. പള്ളിക്ക് അവരെ വേണ്ടായിരുന്നു, അവർക്ക് പള്ളിയെയും വേണ്ടായിരുന്നു. അതുകൊണ്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ മൊബൈൽ ക്രിമറ്റോറിയം കുന്നു കയറി വരികയാണ്. ഒപ്പം കോട്ടയം പോലീസ് ബാൻഡും. അവരവർക്ക് 21 ഗൺ സല്യൂട്ട് നൽകി. ഇതേ ക്യാമ്പസിലേക്ക് ഇതേ പോലീസ് 30 കൊല്ലം മുൻപും വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ വന്നത് ഒരു വീഡിയോ കാസറ്റ് പിടിച്ചെടുക്കാനും ഇതേ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടായിരുന്നു. അന്നും ഇന്നും അതേ കുന്ന്, അതേ സ്ത്രീ, മേരി റോയ്. കുന്നിൻ ചെരുവില് അവരുടെ മകൾ നിൽക്കുന്നുണ്ട്. ആ മകൾക്ക് 52 വർഷം മുൻപ് അമ്മ പറഞ്ഞ കുറേ കാര്യങ്ങൾ അവരുടെ മെമ്മറിയിലുണ്ട്. അതായത്, നീ എൻ്റെ കഴുത്തിലെ ഒരു തരി കല്ലാണ്, നീ ജനിച്ച ദിവസം നിന്നെ അനാഥാലയത്തിൽ കൊണ്ടുവരേണ്ടതായിരുന്നു, ഇങ്ങനെയുള്ള കുറേ കേഴ്സിങ് ആയിട്ടുള്ള വേർഡ്സ്. പക്ഷേ അതേ മകളിപ്പം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ആ ഒരു തകർച്ച, ആ ഒരു വിഷമം, അതൊന്നും അവരുടെ സഹോദരന് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. അയാൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഇത്രത്തോളം നീ വേദനിക്കാൻ എന്തിരിക്കുന്നു? നിന്നോട് ചെയ്തതുപോലെ അമ്മ വേറെ ആരോടും ചെയ്തിട്ടില്ലല്ലോ എന്ന്. സഹോദരന്റെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു പുസ്തകം. 400 പേജ് നീളമുള്ള ഒരു ഉത്തരം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പുസ്തകത്തെ പറ്റിയാണ്. അതായത് അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ചാനലിൽ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് കേരളത്തിന്റെ പുസ്തകമാണ്. അയ്മനവും മീനച്ചിലാറും കോട്ടയം റോട്ടറി ക്ലബ്ബും തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമവും ഒക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. നമ്മെ അറിയുന്ന ഇടങ്ങളാണ്. നമ്മൾ അറിയാത്ത കോണുകൾ ഈ കഥയിലുണ്ട്. രണ്ടാമത്തത്, ഇത് ഒരു അമ്മയെക്കുറിച്ചുള്ള പുസ്തകമാണ്. പക്ഷേ നമ്മൾ കണ്ട് ശീലിച്ച, റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അമ്മ പുസ്തകമൊന്നുമല്ല. അതായത്, ഇവിടെ ത്യാഗവും കണ്ണീരും വാഴ്ത്തുപാട്ടും ഗ്ലോറിഫിക്കേഷനും ഒന്നുമില്ല. ഇവിടെ ഒരു മകള് അവരുടെ അമ്മയെക്കുറിച്ച് ശരിക്കും പറയുന്ന കാര്യങ്ങളാണ്. ശരിക്കും അവരെ നോക്കുകയാണ്, ഇമ വെട്ടാതെ അവരെ കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. ആ സംഗതികൾ അക്ഷരങ്ങളായിട്ട് നമ്മളുടെ മുന്നിൽ വരുന്നതാണ് ഈ ഒരു പുസ്തകം. അപ്പൊ നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. അരുന്ധതി റോയ്ക്ക് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കെല്ലാം അരുന്ധതി റോയെ അറിയാം. 1997 ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, പിന്നെ അവരുടെ ബുക്കർ പ്രൈസ്, 40-ലധികം രാജ്യങ്ങളിലുള്ള അവരുടെ പ്രസിദ്ധീകരണം. അപ്പൊ ഇത്തരത്തില് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു പുസ്തകത്തിനെ മനസ്സിലാക്കാൻ, അതായത് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ഈ ഒരു മെമ്മോർ മനസ്സിലാക്കാനായിട്ട് 3 കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒന്ന്, അരുന്ധതി റോയ് പഠിച്ചത് സാഹിത്യമല്ല, ആർക്കിടെക്ചറാണ്. ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ നിന്നാണ് അവരവരുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. 16-ാമത്തെ വയസ്സിൽ ബാഗിൽ ഒരു കത്തിയുമായിട്ട് പഠിക്കുന്നതിനായിട്ട് ട്രെയിൻ കയറി ഡൽഹിക്ക് പോയ ഒരു പെൺകുട്ടി, വീട് വിട്ടിറങ്ങിയ ഒരു പെൺകുട്ടി, അതായിരുന്നു അരുന്ധതി റോയ്. അപ്പോൾ ഒരു ആർക്കിടെക്ട് എന്നുള്ള രീതിയിൽ അവർ നേടിയിട്ടുള്ള പരിശീലനമൊക്കെ നമുക്ക് ഈ ഒരു പുസ്തകത്തിന്റെ ഘടനയിൽ കാണാനായിട്ട് പറ്റും. അവർ ഓർമ്മകൾ അടുക്കി വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കെട്ടിടം പണിയുന്നത് പോലെയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ബുക്കറിന് ശേഷം അവർ 20 വർഷം നോവൽ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. പകരം അവരെഴുതിയത് അണക്കെട്ടുകളെക്കുറിച്ചും ആണവായുധങ്ങളെക്കുറിച്ചും കാശ്മീരിനെ കുറിച്ചും ഒക്കെയായിരുന്നു. കോടതി അലക്ഷ്യ കേസ്, ഒരു ദിവസത്തെ ജയിൽവാസം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു നോവലിസ്റ്റിന്റെ മാത്രം ഓർമ്മക്കുറിപ്പല്ല, ഒരു രാഷ്ട്രീയ ജീവിയുടെ ഓർമ്മക്കുറിപ്പ് കൂടെയാണ്. മൂന്നാമത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് അമ്മ, മേരി റോയ്. 1967 കോട്ടയത്ത് 7 കുട്ടികളുമായിട്ടൊരു സ്കൂൾ തുടങ്ങിയ ഒരു സ്ത്രീയാണ് മേരി റോയ്. പിന്നീട് അത് പള്ളിക്കൂടമായി, ലാറി ബേക്കർ രൂപകൽപ്പന ചെയ്ത ഒരു ക്യാമ്പസായി. 1986 അവര് സുപ്രീം കോടതിയിൽ വിജയിച്ചു. ഈ ഒരു ജയത്തോടു കൂടിയായിരിക്കും കേരളത്തിന് മേരി റോയിയെ പരിചിതമായിട്ടുണ്ടാകുക. തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം റദ്ദാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ കേരളത്തിലെ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് പിതാവിന്റെ സ്വത്തിൽ തുല്യ അവകാശം കിട്ടുകയാണ്. ഒരു ജനതയുടെ വിമോചകയായിരുന്നു മേരി റോയ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ദേശീയ ഫെമിനിസ്റ്റ് ഐക്കൺ എന്നുള്ള രീതിയിൽ നമുക്ക് മേരി റോയിയെ കാണാം. ഇനി ഈ ഒരു പുസ്തകത്തിന്റെ ഒറ്റ വരി എന്ന് പറയുന്നത്, ഈ ഒരു വിമോചക അവരുടെ സ്വന്തം 2 കുട്ടികളോട് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു പുസ്തക പരിചയത്തിൽ കഥ പറഞ്ഞ് തീർക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കഥ പറഞ്ഞ് തീർക്കുന്നില്ല. ഈ പുസ്തകത്തിലൂടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത, എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമുക്കിവിടെ ഷെയർ ചെയ്ത് പോകാം.
ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് അസമിലെ ഒരു തേയിലത്തോട്ടത്തിൽ നിന്ന് ഒരു യുവതി രണ്ട് കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഇറങ്ങിപ്പോരുകയാണ്. അവരുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് അവർ തീരുമാനിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോക്ക് നടത്തുന്നത്. അങ്ങനെ അവർ എത്തിപ്പെടുന്നത് ഊട്ടിയിലാണ്. മരിച്ചുപോയ അച്ഛൻ്റെ ഒരു പഴയ കോട്ടേജിലാണ്. പക്ഷേ അതിന് താക്കോലില്ല, അവർക്കതിൽ അവകാശമില്ല, വാടകയില്ല. അപ്പോൾ അവരവിടെ കയ്യേറ്റക്കാരായിട്ടാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ കയ്യേറ്റക്കാരായിട്ടാണ് അവർക്ക് അവിടെ താമസിക്കേണ്ടി വരുന്നത്. ഈ പറഞ്ഞ യുവതിക്കാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മയ്ക്കാണെങ്കിൽ കൊടിയ ആസ്മയുണ്ട്, കുട്ടികൾക്ക് പോഷകാഹാരക്കുറവുണ്ട്, ക്ഷയരോഗമുണ്ട്. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു അമ്മയും കുട്ടികളും ഒക്കെ കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ ഇവരിങ്ങനെ തങ്ങി നിൽക്കുന്ന കുടിയേറ്റക്കാർ അല്ലെങ്കിൽ കയ്യേറ്റക്കാരായിട്ട് നിൽക്കുന്ന ആ ഒരു സ്പേസിലേക്ക് ഒരു ദിവസം അവരുടെ അമ്മയും ഏട്ടനും കടന്നു വരികയാണ്. അവരോട് ഒഴിഞ്ഞു പോകാനായിട്ട് പറയുന്നു. കാരണം നിയമപ്രകാരം, ക്രിസ്ത്യൻ നിയമപ്രകാരം പെൺമക്കൾക്ക് അച്ഛന്റെ സ്വത്തിൽ അവകാശമില്ല. ആ ഒരു ദിവസം, അതായത് അമ്മയും ഏട്ടനും വന്ന് ഒഴിഞ്ഞു പോകാൻ ഇവരോട് ആവശ്യപ്പെട്ട ആ ഒരു ദിവസമാണ് ഈ പുസ്തകത്തിലെ എല്ലാത്തിൻ്റെയും വിത്ത് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു അപമാനം അതവര് ഒരു കുടുംബസ്വത്ത് പോലെ 20 വർഷം മേരി റോയ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. പിന്നീട് അതെടുത്തവര് ആയുധമാക്കുന്നു. ആ പോരാട്ടത്തിൽ അവർ ജയിക്കുന്നു. പിന്നെ ഉള്ളത് ഈ നോവലിൽ നിറയുന്നത് അയ്മനമാണ്. നമുക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കുമ്പോൾ നമുക്കറിയാം അയ്മനം എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലാണത്. അപ്പോൾ അയ്മനം അമ്മുമ്മയുടെ വീട്ടിൽ അഭയാർത്ഥികളായിട്ട് ഇവർ എത്തപ്പെടുന്നു. അവിടെ ഈ ഒരു കൊച്ചു പെൺകുട്ടി മീനച്ചിലാറിന്റെ കരയിൽ വളരുന്നു. തോളിൽ ഒരു അണ്ണാനുണ്ട്, മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളാണ് പിന്നീട് നോവലുകളിലൊക്കെ ഈ വെളുത്ത എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് മാറുന്നതെന്ന് അരുന്ധതി റോയ് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് പ്രധാനമായിട്ടും കോട്ടയമാണ്. കോട്ടയം എന്ന് പറയുന്ന ആ ഒരു സ്പേസ് ആണ്. റോട്ടറി ക്ലബിൻ്റെ 2 ഹാളുകളിൽ ഒരു സ്കൂളുണ്ട്. രാവിലെ അവർ സിഗരറ്റ് കുട്ടികളെ അടിച്ചുവാരി സ്കൂൾ വൃത്തിയാക്കുന്നു. 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂൾ മടക്കി ചുവരിനോട് ചാരി വെക്കുന്നു. അപ്പോൾ അവരതിനെ വിളിച്ചുകൊണ്ടിരുന്നത് സ്ലൈഡിങ് ഫോൾഡിങ് സ്കൂൾ എന്നൊക്കെയുള്ള രീതിയിലാണ്. അതൊക്കെ ഈ ഒരു എഴുത്തിൽ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പിൽ വിശദീകരിച്ചു പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. നമ്മളിങ്ങനെ ഇമ്മേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളതിൽ മുഴുകിയിരുന്ന് വായിച്ചു പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ സ്കൂൾ വളരുന്നത് കാണുന്നു. അമ്മ ഒരു സ്ഥാപനമായിട്ട് മാറുന്നത് കാണുന്നു. 100 കണക്കിന് കുട്ടികളുടെ അമ്മയാകുന്നത് കാണുന്നു. ഇവിടെയാണ് ഈ ഒരു വർക്കിലെ പ്രധാനപ്പെട്ട ഒരു സംഘർഷം കിടക്കുന്നത്. 2 ഇൻസിഡന്റുകൾ ഞാനിവിടെ കോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവര് ആ സ്കൂളിലെ ആൺകുട്ടികളെ ഇവർ നല്ല മാന്യന്മാരാക്കി മാറ്റുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. പെൺകുട്ടികൾക്ക് നട്ടെല്ല് കൊടുക്കുന്ന, ചിറകുകൾ കൊടുക്കുന്ന ഇൻസിഡന്റ് ഉണ്ട്. കോട്ടയത്ത് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തലമുറയെ അവർ ഉണ്ടാക്കിയെടുത്ത രീതി അത് ഇതിൻ്റെ അകത്ത് നറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ വീട്ടിൽ അതേസമയം അവരുടെ 2 കുട്ടികൾ ആ വെളിച്ചത്തിന്റെ വില കൊടുക്കുന്ന ഒരവസ്ഥയിൽ വളരുകയായിരുന്നു. മകളിത് വളരെ വ്യക്തമായിട്ട്, അതായത് അരുന്ധതി റോയ് ഇത് വളരെ വ്യക്തമായിട്ട് ഒറ്റ വാക്യത്തിൽ പറയുന്നുണ്ട്. അമ്മയ്ക്ക് അവരുടെ വിദ്യാർത്ഥികളുടെ മേളിൽ വെളിച്ചം വീശാനായിട്ട് മക്കൾ അവരുടെ ഇരുട്ട് വലിച്ചെടുക്കേണ്ടി വന്നു എന്നുള്ളത്. അതാണ് ഈ പുസ്തകം പറയുന്നത്. വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും ഒക്കെ ഒരു കണക്ക് പുസ്തകമാണ് ഈ ഒരു മെമ്മോയർ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പുസ്തകത്തിന്റെ കേന്ദ്രത്തിൽ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു മെമ്മോയറിന്റെ ഏറ്റവും അല്ലെങ്കിൽ ഈ ഒരു വർക്കിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അരുന്ധതി റോയ് അത് പരിഹരിക്കാനായിട്ട്, ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ അവരത് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻസിഡന്റ് പറയാം. അതായത് സ്കൂളിൽ ആൺകുട്ടികളെ പെൺകുട്ടികളെ അവരുടെ ബ്രായുടെ പേരിൽ കളിയാക്കുന്നുണ്ട്. ഇത് അമ്മ അറിയുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ അസംബ്ലിയൊക്കെ വിളിച്ചു ചേർക്കുന്നു. പിന്നെ കളിയാക്കിയ 2 ആൺകുട്ടികളെ കൊണ്ട് മേരി റോയുടെ അലമാരിയിൽ നിന്ന് ഒരു ബ്രാ എടുപ്പിക്കുന്നു. എന്നിട്ട് സ്കൂളിന്റെ മുഴുവൻ മുന്നിൽ വെച്ച് പറയുന്നു, ഇതാണ് ബ്രാ, എല്ലാ സ്ത്രീകളും ഇത് ധരിക്കും, നിങ്ങളുടെ അമ്മമാരും ധരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ ഇത്ര ആവേശം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റേതൊരെണ്ണം നിങ്ങൾ വെച്ചോളൂ എന്ന്. നിങ്ങൾ ഓർക്കണം, 1970കളിലെ കോട്ടയമാണ്. ആ ഒരൊറ്റ നിമിഷത്തിൽ ആ സ്കൂളിൽ ഉണ്ടായിരുന്ന ആൺപെൺ അധികാരത്തിന്റെ ബലം എന്നേക്കുമായിട്ട് മാറി. ഇനി ഇതിനൊരു മറ്റൊരു വശം കൂടെ ഉണ്ട്. അതേ സ്ത്രീയുടെ മറ്റൊരു രാത്രി അവരുടെ മകന്റെ പ്രോഗ്രസ് കാർഡിൽ ആവറേജ് സ്റ്റുഡന്റ് എന്ന് എഴുതിയിരിക്കുന്നു. ഇതവർ കാണുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന ആ ഒരു ആൺകുട്ടിയെ വിളിച്ചുണർത്തിയിട്ട് അവരുടെ മുറിയിലേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് കട്ടിയുള്ള മരയടിക്കോൽ ഒടിയുന്നത് വരെ അവനെ അടിക്കുന്നുണ്ട്. ബാക്കി കുട്ടികൾ ഉണരാതിരിക്കാനായിട്ട് ശബ്ദം താഴ്ത്തി മന്ത്രിക്കുന്ന സ്വരത്തിൽ അവനെ വഴക്ക് പറയുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെ താക്കോൽ ദ്വാരത്തിലൂടെ അത് കാണുന്ന 9 വയസ്സുള്ള മകളാണ് അരുന്ധതി. പിറ്റേന്ന് രാവിലെ അമ്മ ആ മകളെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, നിന്റെ റിപ്പോർട്ട് ഗംഭീരമാണ് എന്ന്. ഇവിടെയാണ് ആ പുസ്തകത്തിൽ ഏറ്റവും മൂർച്ചയുള്ള ഒരു ചിന്ത വരുന്നത്. അന്നു മുതൽ തനിക്ക് കിട്ടുന്ന ഏതൊരു അംഗീകാരമാണെങ്കിലും അതിനെ വളരെ ഭീതിയോടെയാണ് അരുന്ധതി സ്വീകരിച്ചിരുന്നത്. കൈയടി കിട്ടുമ്പോഴൊക്കെ തൊട്ടപ്പുറത്തെ മുറിയിൽ നിശബ്ദനായിട്ടുള്ള ആരോ അടി കൊള്ളുന്നുണ്ടാകുമെന്ന് അവർക്ക് എപ്പോഴും തോന്നാറുണ്ട് എന്ന് ഈ ഒരു മെമ്മോയറിൽ അവർ പറയുന്നുണ്ട്. എന്നിട്ട് അതിനോടൊപ്പം അരുന്ധതി കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഒന്ന് ആലോചിച്ചാൽ അത് സത്യവുമാണ്, എപ്പോഴും ആരോ ഒരാൾ അടി കൊള്ളുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഇതിനെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കണം. നമ്മളിങ്ങനെ ഈ നോവൽ ഇങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെന്റുകൾ ഇതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. ബാല്യകാലത്തിലും ഇപ്പം ഈ അല്ലെങ്കിൽ ഒരു അഡൽട്ട് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരുപാട് എലമെന്റുകൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ആ ഒരു പുസ്തകത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു നാട്ടിലും വീട്ടിലും വിജയം സൗജന്യമുള്ള ഒരു സംഗതി ഒന്നുമല്ല. അത് ആരൊക്കെയോ അതിന്റെ വില കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലായിരിക്കാം, നമ്മുടെ ഓഫീസുകളിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിട്ടായിരിക്കാം. ആ നിശബ്ദനായിട്ടുള്ള ആൾ ആരായിരിക്കും? ആ ഒരു ചിന്തയുണ്ടല്ലോ, അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹൗണ്ട് ചെയ്യും. പിന്നെ നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ്, മേരി റോയിനെ കേരളം ഒരുപാട് ആഘോഷിച്ചതാണ്. മേരി റോയിയുടെ കേസ് കേരളം ഒരുപാട് ആഘോഷിച്ചതാണ്. പക്ഷെ ഈ ഒരു പുസ്തകം അതിനെ ഒരു ചരിത്ര സംഭവമായിട്ടല്ല കാണുന്നത്, ഒരു മുറിവിന്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് അതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കുടുംബത്തിൽ ഒരു മുത്തശ്ശനുണ്ട്. ഇമ്പീരിയൽ എൻറ്റമോളജിസ്റ്റ് ആയിരുന്നു, അതായത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീടശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഹോളിവുഡ് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് സ്വന്തം ഫോട്ടോ എടുപ്പിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ അയാള് ഈ ഒരു മെമ്മോയറിൽ സ്വന്തം ഭാര്യയെ ഒരു പിച്ചള പാത്രം കൊണ്ട് അടിച്ച് അവരുടെ തലയൂട്ടി പൊട്ടിക്കുന്ന ഒരു സന്ദർഭം അരുന്ധതി വിവരിക്കുന്നുണ്ട്. അതിന്റെ പാടാവട്ടെ അമ്മുമ്മയുടെ തലയിൽ ജീവിതകാലം മുഴുവനും ഉണ്ടായിരുന്നതായിട്ട് അരുന്ധതി ഓർത്തെടുക്കുന്നുണ്ട്. ആ അമ്മുമ്മ വിയന്നയിൽ വയലിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ടീച്ചർ പറഞ്ഞു ഇവർക്ക് കൺസേർട്ട് നിലവാരത്തിലെത്താനൊക്കെ കഴിയുമെന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് അസൂയ മൂത്ത ഭർത്താവ് ക്ലാസ് നിർത്തിച്ചു, അവരുടെ ആദ്യത്തെ വയലിൻ അടിച്ചു തകർത്തു. അപ്പോൾ ഈ ഒരു സബോർഡിനേഷൻ നേരിടേണ്ടി വന്ന ഒരു സ്ത്രീ തലമുറയിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ഒരു തലമുറ കഴിഞ്ഞ് ആ വീട്ടിലെ മകള് സുപ്രീം കോടതിയിൽ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയാത്ത ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമുക്ക് ഭയങ്കര വലിയൊരു സംഭവമൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അവിടെയാണ് അരുന്ധതി റോയി ഒരു എഴുത്തുകാരി എന്നതിനേക്കാളും അപ്പുറത്തേക്ക് വലിയ രീതിയിൽ ഒരു സത്യസന്ധത കാണിക്കുന്നത്. അവർ പറയുന്നുണ്ട്, അമ്മയുടെ ഇത് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം മാത്രമായിരുന്നില്ല. അവർക്ക് ആ വീട് വേണമായിരുന്നു, അവരുടെ വിഹിതം വേണമായിരുന്നു, അത് അവരുടെ ആവശ്യമായിരുന്നു. എന്നിട്ട് ഒരു വാക്ക് ചേർക്കുന്നു, അത് ശരിയുമായിരുന്നു. അങ്ങനെ വിശുദ്ധയായിട്ട് അമ്മയെ ചിത്രീകരിക്കാനായിട്ട് അരുന്ധതി ഇതിൽ വിസമ്മതിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പുസ്തകത്തിന്റെ ധാർമ്മികത എന്ന് പറയുന്നത്. എന്നെ വളരെയധികം അട്രാക്ട് ചെയ്യിച്ച ഒരു എലമെന്റും അത് തന്നെയാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. കേസ് ജയിച്ചതിന്റെ ഫലമായിട്ട് അമ്മാവനായ ജി ഐസക്ക് പോലീസിന്റെ സഹായത്തോടെ അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ അയാൾ ഇറക്കി വിടപ്പെടുന്നു. അയാളുടെ അച്ചാർ ഫാക്ടറി പൂട്ടുന്നു, പഴയ വീട് പൊളിച്ച് അവിടെ പുതിയ ഷോപ്പിംഗ് മോൾ വരുന്നു. അതിന്റെ മുന്നിലൂടെ പോകുമ്പോഴത്തേക്കും താൻ കണ്ണ് മാറ്റിക്കളയാറുണ്ട് എന്ന് അരുന്ധതി എഴുതുന്നുണ്ട്. അതായത് നീതി ജയിക്കുമ്പോഴും ആരൊക്കെയോ തകർന്നു വീഴും, അത് മറച്ചു വെക്കാത്തതാണ്, അല്ലെങ്കിൽ അതിനെ മറച്ചു കളയാത്തതാണ്, വാക്കുകളിലൂടെ അതിനെ മറച്ചു കളയാത്തതാണ് ഈ ഒരു പുസ്തകത്തിന്റെ മേന്മ എന്ന് നമുക്ക് പറയാം. ഇനി ഈ പുസ്തകത്തിന്റെ ഏറ്റവും അസാധാരണമായിട്ടുള്ള ഒരു ഭാഗം ഇതാണ്. അതായത് അമ്മയ്ക്ക് ആസ്മയാണ്, ഏത് നിമിഷവും മരിക്കാമെന്ന് അവരെ മകളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യും, നിന്നെ ആരും എടുക്കില്ല, നീ തെരുവിലാകും എന്നൊക്കെയുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റികൾ മകളിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 7 വയസ്സുകാരി ഇത് കേട്ടാൽ എന്താണ് ചെയ്യുന്നത്? അവര് അമ്മയ്ക്ക് വേണ്ടി ശ്വസിക്കാൻ തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മ ശ്വാസം മുട്ടി കിടക്കുമ്പോൾ മകൾ അമ്മയുടെ ശ്വാസകോശമാകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ സ്വയം വിളിക്കുന്ന പേര് ധീരയായ അവയവക്കുട്ടി എന്നാണ്. അതായത് അമ്മയുടെ ശരീരത്തിൽ ഒരു രഹസ്യ അവയവം പോലെയാണ് ഈ പെൺകുട്ടിക്ക് അമ്മയോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. ഇത് വെറും ഭാവനയല്ല, ഇതൊരു അതിജീവനത്തിന്റെ തന്ത്രം കൂടെയാണ്. അതായത് അമ്മ ജീവിച്ചിരുന്നാൽ മാത്രമേ മകൾക്കും ജീവിക്കാനായിട്ട് കഴിയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അമ്മയ്ക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. താൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മകളെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു കുടുംബം അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും അവളെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെ ഒരു ക്രിസ്മസ് സാന്റയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ വീട്ടിലെ മുത്തശ്ശൻ റോട്ടറി ക്ലബിലെ ക്രിസ്മസ് സാന്റയാണ്. നാട്ടിലെ ഒരു മാന്യനാണ്, ഭയങ്കര മാന്യനാണ്. പക്ഷേ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ അയാൾ ഈ പെൺകുട്ടിയെ വേട്ടയാടുന്നുണ്ട്. അവൾ
തെറ്റെന്തോ സംഭവിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. കുട്ടികൾ ഉണ്ടാക്കാനുള്ള എന്തോ പ്രോസസ്സിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ എന്തിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടതെന്ന് അവൾക്കറിയില്ല. ക്ലാസ് മുറികളിൽ ഇരുന്ന് അവൾ വിയർക്കുന്നുണ്ട്. താൻ ഗർഭിണിയാണോ എന്ന് പേടിക്കുന്നുണ്ട്. തലയ്ക്ക് മുകളിൽ സീലിംഗ് ഫാൻ കറങ്ങുന്നുണ്ട്. അതിൻ്റെ ശബ്ദം വിധിയുടെ ശബ്ദമാണെന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഇത് അവൾ അമ്മയോട് പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. അപ്പം ഇത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എത്രയെത്ര കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല. അവരെന്തുകൊണ്ട് പറയുന്നില്ല? ആരെ വിശ്വസിക്കാം എന്നറിയാത്തത് കൊണ്ട് പറയുന്നില്ല. തങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ തെറ്റാണോ എന്ന് സംശയിക്കുന്നത് കൊണ്ട്, നന്ദികേട് കാണിക്കുകയാണോ എന്ന് പേടിക്കുന്നത് കൊണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന കുറേ വിഹ്വലതകളിലൂടെ നമ്മളും ഇത് വായിക്കുമ്പോഴത്തേക്കും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അരുന്ധതിയുടെ അന്നത്തെ ആ ഒരു ഭയം, അതാണ് പിന്നീട് ഭാഷയായിട്ട് മാറുന്നത്. എഴുത്തിനെ കുറിച്ച് അരുന്ധതി പറയുന്ന ഒരു രൂപമുണ്ട്. അതായത് ഭാഷ തനിക്ക് ഉള്ളിലുള്ളതല്ല, പുറത്തെവിടെയോ മേഞ്ഞു നടക്കുന്ന ഒരു മൃഗമാണ് എന്ന്. തനിക്കതിനെ വേട്ടയാടി പിടിക്കണം, അതിൻ്റെ ഉള്ളു പുറത്തെടുക്കണം, തിന്നണം എന്നൊക്കെ. അപ്പോൾ വളരെ ഹിംസാത്മകമായിട്ടാണ് എഴുത്തുകാരി എഴുത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത്തരത്തിൽ എഴുത്തിനെ കുറിച്ച് ഇത്രയും അക്രമാസക്തമായി സംസാരിക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ, അരുന്ധതി എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ ആ ഒരു ബാല്യകാലം നമ്മൾ അറിയണം എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോഴത്തേക്കും ശരിക്കും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു കണ്ടെത്തൽ. 1969 ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. കോട്ടയത്തെ ഹോസ്റ്റലിൽ ആദ്യത്തെ ടെലിഫോൺ വരുന്നു. അതിന്റെ നമ്പർ എന്ന് പറയുന്നത് 2793 ആയിരുന്നു. കൗതുകത്തോടെ ഒരു 9 വയസ്സുകാരി ആ ബട്ടണിൽ അമർത്തുന്നു. അമ്മയുടെ കോൾ കട്ടാകുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ അവളെ ഒരു വൃത്തികെട്ട വാക്ക് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഗതി നടക്കുന്ന അതേ ദിവസത്തെ പത്രത്തിലാണ് പാലക്കാട് നക്സലുകൾ ഒരു ജന്മിയുടെ തല വെട്ടി എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നത്. 1-ാം പേജിൽ അതിന്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ, ബേക്കലൈറ്റ് ഫോണും നക്സലുകളും. ഇത് അവരുടെ മനസ്സിൽ എന്നേക്കുമായി ഒട്ടിച്ചേരുന്നുണ്ട്. ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ഇത് എന്നേക്കുമായിട്ട് പതിഞ്ഞു പോകുന്നുണ്ട്. 40 വർഷം കഴിഞ്ഞിട്ട് 2010 ഇവര് ദണ്ഡകാരണ്യ വനത്തിന്റെ ഉള്ളിൽ മാവോയിസ്റ്റ് ഗറില്ലകളോടൊപ്പം നടക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ യാദർശികമല്ല. പിന്നെ മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇവർ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാചകങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അത് ലൈക്ക് പിന്നീട് അവർ അഡൽട്ടായി കഴിയുമ്പോൾ, എഴുത്തുകാരിയായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോൾ, ആണവ പരീക്ഷണത്തിന് ശേഷം ഒരു ലേഖനം അരുന്ധതി റോയ് എഴുതുന്നുണ്ട്. അപ്പോൾ രാജ്യം അവരോട് പറഞ്ഞ അതേ വാചകം തന്നെ വേറൊരു രൂപത്തിലായിരുന്നു, ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിപ്പോ, പാകിസ്ഥാനിലേക്ക് പോ എന്നൊക്കെ. അപ്പോൾ ഇതവർ ശരിക്കും എഴുതുന്നുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ അത് ഫീൽ ചെയ്യും. അമ്മയുടെ ആ ഒരു ഇറങ്ങിപ്പോ എന്ന് പറയുന്നതിൻ്റെ ഒരു പൊതുപതിപ്പ് മാത്രമായിരുന്നു രാജ്യത്തിൽ നിന്ന് പോകൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവർക്കെതിരെയുള്ള ആക്രോശങ്ങൾ എന്ന്. അതായത് ഇവിടെ ഒരേ വ്യാകരണമുണ്ട്. വീട്ടിലെ അമ്മ എന്ന് പറയുന്ന ഒരു ഏകാധിപതി, അല്ലെങ്കിൽ ആ ഒരു ഏകാധിപത്യം, അത് കൊടുക്കുന്ന ഒരു ഏകാധിപത്യത്തിന്റെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ഏകാധിപത്യ സ്വഭാവം, ഇതൊക്കെ ഒരേ വ്യാകരണത്തിലാണ്, ഒരേ ഗ്രാമറിലാണ് സംസാരിക്കുന്നത്. അനുസരിക്കണം, ആരാധിക്കണം, അല്ലെങ്കിൽ പുറത്താക്കും. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തെന്ന് വെച്ചാൽ, ആ അമ്മ ഒരിക്കലും മകളോട് പിന്മാറാനായിട്ട് പറഞ്ഞിട്ടില്ല. ഏകാധിപത്യത്തിന്റെ സ്വഭാവങ്ങളൊക്കെ കാണിച്ചിരുന്ന അമ്മ സ്വന്തം മകളോട് ഒരിക്കലും പിന്മാറണം എന്ന് പറഞ്ഞിട്ടില്ല. കാശ്മീരിനെ കുറിച്ച് അവർക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അവരൊരിക്കലും അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കേട്ടിട്ടുള്ള അതേ പ്രചരണം തന്നെയാണ് അവരും കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ പറഞ്ഞത്, അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവരുടെ മേൽ കയറിയിരിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അരുന്ധതി റോയി ദണ്ഡകാരണ്യത്തിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം സ്വന്തം മകൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അമ്മയ്ക്ക് ഒരു ഐഡിയയും ഇല്ല. അവർ ഫോൺ ചെയ്തിട്ട് മകളോട് പറയുകയാണ്, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ രാജ്യത്തിന് ശരിക്കും വേണ്ടത് ഒരു വിപ്ലവമാണ്. അപ്പം ഇതിന് മകളുടെ പ്രതികരണം എന്ന് പറയുന്നത് 2 ചോദ്യങ്ങളായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഈ സ്ത്രീയെ സ്നേഹിക്കാതിരിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് ഈ സ്ത്രീയെ മനസ്സിലാക്കിയെന്ന് നടിക്കുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ധതിയുടെ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഈ 2 ചോദ്യങ്ങൾ, അതിൻ്റെ ഇടയിലാണ് ഈ പുസ്തകം മൊത്തത്തിൽ ജീവിക്കുന്നത്. ഇനി ഈ പുസ്തകത്തിന്റെ ക്രാഫ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് നോവലിസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. നമുക്കത് ഓരോ പേജിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു പുസ്തകം ഒരു നോവൽ വായിക്കുന്നത് പോലെ വായിക്കണം എന്ന്. കാരണം നമ്മളെല്ലാവരും ഓർമ്മയുടെയും ഭാവനയുടെയും ഒക്കെ ഒരു കൂട്ടുമിശ്രിതമാണ്.
ഏതാണ് ഏതെന്ന് തീരുമാനിക്കാനായിട്ട് നമ്മൾ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ന്യായാധിപരുമാണ് എന്നുള്ളതാണ്. ഇത് നോവലിസ്റ്റിന്റെ വെറും വിനയമായിട്ട് നമുക്ക് എഴുതി തള്ളാനായിട്ട് പറ്റില്ല. അതിനൊരു കഥയുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചതിന് ശേഷം അമ്മ അരുന്ധതിയെ വിളിപ്പിക്കുന്നുണ്ട്. മേരി റോയ് അരുന്ധതിനെ വിളിപ്പിക്കുന്നുണ്ട്. അതിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ ഇരട്ടക്കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ വഴക്കിടുന്നത് ഓർക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നീ ഇവരെ എടുത്തോ, നിന്നെ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്ന രംഗം. അപ്പോൾ ഇത് വായിച്ചിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, ഇത് നിന്നോട് ആരാണ് പറഞ്ഞത്? നീ അന്ന് ഓർക്കാൻ മാത്രം വലുതല്ലായിരുന്നല്ലോ എന്നുള്ളത്. അത് അപ്പോൾ ലൈക്ക് അവരത് റിയലിസ്റ്റിക് ആയിട്ട്, അതായത് അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് അവരത് പെർസീവ് ചെയ്തത്. അപ്പം മകള് പറയുന്നുണ്ട്, അല്ല അത് ഞാൻ എഴുതിയതാണ്, അതൊരു ഫിക്ഷനാണ്. അപ്പം അമ്മ പറയുന്നു, അല്ല ഫിക്ഷൻ അല്ല, അത് റിയൽ ആണ്. എന്നിട്ട് ഇവർ ചുമരിലേക്ക് തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിന്റെ തന്നെ ആദ്യത്തെ 10 പേജിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ആശയം സ്ഥാപിക്കുന്നത് കാണുന്നത് വളരെ അപൂർവമായിട്ടാണ്. അതെന്നെ വല്ലാണ്ടങ്ങ് ഇരുത്തിക്കളഞ്ഞു. ഓക്കെ. പിന്നെ ഈ ഒരു പുസ്തകത്തിൽ ഒരുപാട് ബിംബങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നോവലിസ്റ്റിന്റെ പണിയാണ്. അത് ഒരു മെമ്മോർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു നോവലാകുന്നത് ഈ ആവർത്തിക്കപ്പെടുന്ന ബിംബങ്ങളിലൂടെയാണ്. അപ്പോൾ ഹൃദയത്തിൽ വന്നിരിക്കുന്ന ഒരു തണുത്ത നിശാശലഭം, അതാണ് ശരിക്കും പറഞ്ഞാൽ ഭയത്തിന്റെ ബിംബം എന്ന് പറയുന്നത്. അത് കുട്ടിക്കാലത്താണ് വരുന്നത്. ബുക്കർ കിട്ടുന്ന ദിവസം വരുന്നുണ്ട്, അമ്മ സ്നേഹം പ്രഖ്യാപിക്കുന്ന ദിവസം വീണ്ടും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും സുരക്ഷിതമായ ഇടം ഏറ്റവും അപകടകരമായ ഇടമാകുന്നു എന്ന് പുസ്തകത്തിൽ പല തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇത് ഓരോ തവണയും അർത്ഥത്തിനെ അതിൻ്റെ ആഴത്തിലുള്ള സംഗതിയാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഭാഗ്യം എന്ന് പറയുന്ന ഒറ്റ വാക്കുള്ള ഒരു ഖണ്ഡികയുണ്ട്. അതായത് ഒരു അപകടം ഒഴിവായപ്പോഴത്തേക്കും, ഒരു ബലാത്സംഗം ഒഴിവായപ്പോൾ, ഒരു ഗർഭം ഒഴിവായപ്പോൾ, ഈ ഭാഗ്യം എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് ആ ഒരു പേജിൽ തനിച്ച് നിൽക്കുന്നത് പോലെ, ഒരു നിശ്വാസം പോലെ നമുക്ക് ഫീൽ ചെയ്യാം, വായനക്കാരന് ഫീൽ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടൈമിംഗ് ആണ്. ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു തമാശക്കാരിയാണ് അരുന്ധതി റോയ്. എനിക്കത് പേഴ്സണലി ഈ ഒരു പുസ്തകം വായിച്ചപ്പോഴത്തേക്കും എനിക്കത് ഫീൽ ചെയ്തു. പക്ഷെ അവർ പറയുന്നത് ഡാർക്ക് ഹ്യൂമർ ആണ് എന്നുള്ളതാണ്. അതായത് ആശുപത്രി കിടക്കയിൽ ഇരുന്ന് അമ്മ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണോ എന്ന്. ഡോക്ടർ ചമ്മിക്കൊണ്ട് പറയുന്നുണ്ട്, എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. ഉടനെ അമ്മയുടെ മുഖം മാറുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് നന്നായി, കാരണം എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, എന്നെ ഇവിടുന്ന് പുറത്തു വിടുമെന്ന്. ഇതുപോലെ മറ്റൊരു ഇൻസിഡന്റ് ഉണ്ട്. അതായത് 80കളിൽ ഓക്സിജൻ ട്യൂബും ഡയമണ്ട് കമ്മലും ഒരു ലേസ് ബ്രായും അഡൽട്ട് ഡയപ്പറും ഒരു ജോഡി ഹൈ ടോപ്പ് നെക്ക് ബാസ്കറ്റ്ബോൾ ഷൂസും ഒക്കെ ധരിച്ചിട്ട് കട്ടിലിന്റെ അറ്റത്ത് കാലാട്ടിയിരിക്കുന്ന അമ്മയുടെ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഷൂസ് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്ന് പറയുന്ന ഒരു സ്റ്റെബിലിറ്റിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തമാശ വെറുതെ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിരോധമാണ്. അതായത് ദുരന്തത്തെ ദുരന്തമായിട്ട് മാത്രം അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വായനക്കാരൻ ശരിക്കും പറഞ്ഞാൽ മരവിച്ചു പോകും. അപ്പോൾ അതിനുള്ള ഒരു അവസരം അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പുസ്തകത്തിൽ ഉടനീളം അതവർ അനുവദിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് കഥാപാത്ര നിർമ്മിതിയെ പറ്റിയിട്ടാണ്. ഇവിടെ ഒരു ചെറിയ അത്ഭുതം നമുക്ക് കാണാൻ പറ്റും. അച്ഛൻ മിക്കി റോയ്, ഒന്നുമില്ലാത്ത മനുഷ്യൻ എന്നാണ് അമ്മ അയാളെ വിശേഷിപ്പിക്കുന്നത്. മകള് അദ്ദേഹത്തെ കാണുന്നത് 22 വർഷത്തിന് ശേഷം ഒരു വൃത്തികെട്ട ഹോസ്റ്റൽ മുറിയിലാണ്. അയാളന്ന് കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. കൈ കൊടുക്കാൻ എണീറ്റ് നിന്നത് കട്ടിലിന്റെ മുകളിലാണ്. അവൾക്ക് ചെരുപ്പഴിച്ച് കട്ടിലിൽ കയറേണ്ടി വരുന്നു. സഹോദരൻ അച്ഛനെ അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ 3-4 പേജുകളിൽ അച്ഛൻ എന്ന ഈ ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ടും ജീവിക്കുകയാണ്. അയാളുടെ അവസാനത്തെ വാചകം, ഇവർ പിരിയുമ്പോൾ പറയുന്ന വാക്കെന്ന് പറയുന്നത് ബായ്, നന്നായിരിക്കരുത് എന്നുള്ളതാണ്. ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. കാരണം ഇത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അയാൾ ഇത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പുസ്തകത്തിൽ എന്നെ അട്രാക്ട് ചെയ്ത മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ പല പല ഭാഷകളുടെ ഒരു ഇഴുകിച്ചേരലാണ്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഇതൊക്കെ ഈ ഒരു കൃതിയിൽ അങ്ങ് ഇഴുകിച്ചേർന്ന് അല്ലെങ്കിൽ ഇണചേർന്ന് കിടക്കുന്നുണ്ട്. അഡ്രസ് ഇല്ലാത്ത പിള്ളേര് എന്ന് പറയുന്ന ഒരൊറ്റ പ്രയോഗമുണ്ട് ഇതിൻ്റെ അകത്ത്. അത് മാത്രം മതി സമൂഹത്തിന്റെ ജാതിബോധം മുഴുവനും പുറത്തു വരാനായിട്ടൊക്കെ. പിന്നെ ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വരിയുണ്ട്. അമ്മയെ പറ്റി പറയുന്ന ഒരു സംഗതിയാണ്. അമ്മേനെ അരുന്ധതി വിശേഷിപ്പിക്കുന്നത്, ഈ ഗാങ്സ്റ്റർ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, അതിൽ അവരമ്മയെ വിശേഷിപ്പിക്കുന്നത് അവസാന വരിയിൽ ഇങ്ങനെയാണ്: ഷി വാസ് മൈ ഷെൽട്ടർ ആൻഡ് മൈ സ്റ്റോം എന്നുള്ളത്. എന്നെ എന്തുകൊണ്ടാണ് ഇത് ടച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ 7 വാക്കുകളിൽ ഈ പുസ്തകത്തിന്റെ 400 പേജിനെ നമുക്ക് ഒതുക്കി വെക്കാം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഒരേ സമയം അഭയവും കൊടുങ്കാറ്റുമാകുക.
അതായത് ഒരേ വാതിലിലൂടെ തന്നെ രക്ഷയും വരിക, നാശവും വരിക. നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ഇങ്ങനെ ഒരാളുണ്ടാകാം അല്ലേ? അതിനെ വിവരിക്കാനായിട്ട് ഇതിലും നല്ല ഒരു വാക്യം ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഷി വാസ് മൈ ഷെൽട്ടർ ആൻഡ് മൈ സ്റ്റോം എന്ന് പറയുന്ന ഈ ഒരു വാചകം എന്നെ അത്രമേൽ സ്പർശിച്ചത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഐ ലവ് യു ഡബിൾ എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ വിമാനത്തിൽ വെച്ച് 6 വയസ്സുകാരി അമ്മയോടൊരു നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. ചെറിയമ്മ എന്തുകൊണ്ടാണ് അമ്മയേക്കാൾ കൂടുതൽ മെലിഞ്ഞിരിക്കുന്നതെന്ന്. അതിന് പക്ഷെ വളരെ ക്രൂരമായിട്ടാണ് അമ്മ പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഇത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതിനോടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു റിയാക്ഷനാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട്, ഞാൻ നിന്റെ അമ്മയും അച്ഛനുമാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ ഇരട്ടിയായി സ്നേഹിക്കുന്നു എന്നുള്ളത്. ഇത് തന്നെ വളരെയധികം സ്പർശിച്ചു. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ കുട്ടി ഒരു കണക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് സ്നേഹത്തെ 3 ഇരട്ടി വണ്ണം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തെ കണക്കാക്കാൻ പഠിക്കുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് ആ ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്നുകൊണ്ട് ഈ സാധനം വായിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വായിച്ചെടുക്കുന്ന കാര്യങ്ങൾ അവരുടെ അതായത് കുട്ടികൾ അങ്ങനെ വായിച്ചെടുക്കുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഉടനീളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊന്ന് കൊളാറ്ററൽ എന്ന് പറയുന്ന അധ്യായത്തിൽ സഹോദരനെ അടിക്കുന്നത് കണ്ട രാത്രിക്ക് ശേഷം അവർ എഴുതുന്നുണ്ട്. അന്ന് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അന്ന് മുതൽ ഏത് അംഗീകാരവും ഒരു ഭീതിയോടെയാണ് ഞാൻ സ്വീകരിക്കുന്നതെന്ന്. കയ്യടി കേൾക്കുമ്പോൾ മറ്റൊരു മുറിയിൽ നിശബ്ദനായി ആരോ അടികൊള്ളുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോകുമെന്ന്. അത് ഒരു കുട്ടിയുടെ കുറ്റബോധത്തിൽ തുടങ്ങി ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിലാണ് അവസാനിക്കുന്നത്. അതായത് ഏതൊരാഘോഷത്തിനും പിന്നിൽ മറ്റാരുടെയൊക്കെയോ നിശബ്ദതയുണ്ട്. ഈ ഒരു വാക്യമാണ് അരുന്ധതി റോയ് എന്ന് പറയുന്ന രാഷ്ട്രീയ എഴുത്തുകാരിയെ അടയാളപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു ജെനസിസിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ബോധ്യത്തിൽ നിന്നാണെന്ന് തോന്നിപ്പോകും. അപ്പൊ ഇത്തരത്തിലുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. 400 പേജുകളുള്ള പുസ്തകമാണ്. അതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വായനക്കാരൻ അല്ലെങ്കിൽ ഒരു വായനക്കാരി എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 50 പേജ് ഞാൻ ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഊട്ടിയിലെ കോട്ടേജ്, കുരിശമ്മാൾ എന്ന് പറയുന്ന സ്ത്രീ, പിന്നെ അയ്മനത്തെ അണ്ണാൻ, ഇതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് ഇങ്ങനെ വായിച്ച് പോകാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അമ്മു എവിടെ നിന്ന് വന്നു, ചാക്കോ എവിടെ നിന്ന് വന്നു, ഇതൊക്കെ നമുക്ക് കൺമുന്നിലൂടെ വരുന്ന കുറേ ഇമേജറികൾ അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ഇമേജറികളുണ്ട്. അത് ഭയങ്കര രസമുള്ള ഇമേജറികളാണ്. പിന്നെ പുസ്തകത്തിന്റെ മിഡിലൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വേഗത ഒന്ന് കുറഞ്ഞു. പുസ്തകത്തിന്റെ മിഡിൽ ഭാഗത്തിൽ അവർ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഡൽഹി, സിനിമ, അതുപോലെ ഇലക്ട്രിക് മൂൺ, നർമ്മദ, കോടതി, കാശ്മീർ, ഇങ്ങനെയുള്ള കുറേ ഗൗരവമേറിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ വേഗം കുറഞ്ഞതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ചാപ്റ്ററുകളും അല്ലെങ്കിൽ ഓരോ അധ്യായങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി വായിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. പക്ഷെ നമുക്ക് അമ്മയെ ഇവിടെ കാണാൻ പറ്റില്ല. അമ്മ പലപ്പോഴും ഒരു ഫോൺ കോളായിട്ട് ചുരുങ്ങുന്നു, അല്ലെങ്കിൽ വളരെ അകലെയുള്ള ഒരു ശബ്ദമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ പോകുന്ന 45 പേജിൽ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗണുകളുള്ള ഒരു വായന അനുഭവം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു ഇത്. ഇതിൻ്റെ അകത്ത് ഞാൻ അസ്വസ്ഥമായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്യൂരിയോസിറ്റി കൂടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു പോയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. പിന്നെ അരുന്ധതിയുടെ കുറേ എന്താ പറയുക, ഉള്ളിലുള്ള കുറേ തോട്ടുകളുണ്ടല്ലോ, അവരോട് തന്നെ സംവദിക്കുന്ന കുറേ സംഗതികൾ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നുണ്ട്, അമ്മ പോയപ്പോൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാതായി, കാരണം ഞാൻ എന്നെ പണിതത് അമ്മയ്ക്ക് ചുറ്റുമാണ് എന്ന്. ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവർ പോകുമ്പോഴത്തേക്കും നമുക്ക് ആശ്വാസമല്ല ശരിക്കും വരുന്നത്, ഒരു തരം ആകൃതിയില്ലായ്മയാണ്. അതിൻ്റെ ഒരു പെയിനൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ ഒരു വായന അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം അത്തരത്തിലുള്ള ഒരു വായനാനുഭവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്തെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, വേഗത കുറഞ്ഞ മിഡിൽ പാർട്ടിലെ ഗൗരവകരമായ വായന അർഹിക്കുന്ന കുറേ അധ്യായങ്ങളുണ്ട്. ഇപ്പം നർമ്മദ, പാർലമെന്റ് ആക്രമണ കേസ്, കാശ്മീർ, സായി ബാബ, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ പണ്ട് അരുന്ധതിയുടെ ഉപന്യാസങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം
അതിൻ്റെ കുറേ ആവർത്തനങ്ങൾ, ഇപ്പം മൈ സെഡീഷ്യസ് ഹാർട്ട് ഒക്കെ വായിച്ചവർക്ക് ആ ഒരു ആവർത്തനം ഇവിടെ അനുഭവപ്പെടും. ഈ അധ്യായങ്ങൾ മോശമായതുകൊണ്ടല്ല, അത് പക്ഷേ ലൈക്ക് നമ്മളെ തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അമ്മയെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്നത് അമ്മയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ അത് അമ്മയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണോ അതോ അരുന്ധതിയുടെ ഒരു ബയോഗ്രഫി പോലെ എഴുതപ്പെടുന്നതാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ മറ്റത് സഹോദരൻ LKZ. ഈ പുസ്തകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ മുറിവ് ആ സഹോദരൻ്റെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അമ്മയുടെ ക്രൂരതയുടെ ഭാരം മുഴുവനും ചെറുപ്പത്തിൽ വഹിച്ചത് LKZ ആണ്. അതിൻ്റെ അകത്ത് അരുന്ധതി പറയുന്ന ഒരു സന്ദർഭമുണ്ട്, അമ്മയ്ക്ക് ഇമ്മീഡിയറ്റ് ആക്സസ് ഉള്ള ഒരു പുരുഷൻ എന്ന് പറയുന്നത് സഹോദരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പുരുഷ ഗണം ഇവരോട് ചെയ്തിട്ടുള്ള ക്രൂരതകളുടെ എല്ലാ സംഗതികളും ഏറ്റുവാങ്ങേണ്ടി വന്നത് സഹോദരനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവര് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന കുറേ സംഗതികളൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ പോർട്രേ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും, നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രായുടെ കേസ് വെച്ചിട്ട് അവര് ഈ പറഞ്ഞ പവർ റിലേഷനെ തകർത്തെറിയുന്നുണ്ട് എന്നുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരവരുടെ മകന് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് തികച്ചും സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പക്ഷെ ഈ പുസ്തകത്തിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സഹോദരൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് കിട്ടുന്ന ഇടം അല്ലെങ്കിൽ അയാളുടെ ഒരു സ്പേസ് വളരെ കുറവാണ്. അയാളുടെ ഉള്ളിലേക്ക് നമ്മൾ ഒരിക്കലും വായനക്കാരന് കയറാൻ പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര വിഷമുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ എഴുത്തിലൂടെ അയാളുടെ ഉള്ളറകളിലേക്ക് കയറാനായിട്ട് ഒരു സാധ്യത ഈ പുസ്തകം തുറന്ന് തരുന്നില്ല. പിന്നെ മറ്റൊന്ന് പ്രദീപും പെൺമക്കളും. അതായത് 25 വർഷത്തോളം അരുന്ധതി റോയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് പ്രദീപും അതുപോലെ പെൺമക്കളും. പ്രദീപ് മാരീഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതായിരുന്നു അരുന്ധതിയുടെ കാമുകൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം അവസാനിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളറങ്ങളിലേക്ക് ഈ ഒരു മെമ്മോർ ഒരിക്കലും കടക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഓടി എന്ന രീതിയിലാണ് അവരത് ആവർത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് അവർക്ക് തന്നെ അറിയില്ല എന്ന് അരുന്ധതി റോയ് പറയുന്നത്, അത് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്കത് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഒരു ക്ലാരിറ്റി തരാത്ത ഒരവസ്ഥ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. പക്ഷെ അത് ഓക്കെയാണ്. പിന്നെ മേരി റോയി എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ അറിയുന്നത് മകളുടെ കണ്ണിലൂടെ മാത്രമാണ്. അത് പക്ഷേ മേരി റോയിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് അവരുടെ ഭാഗം പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പം ഈ ഒരു കൃതിനെ നോവൽ പോലെ വായിക്കുക എന്ന് അരുന്ധതി റോയി പറയുന്നുണ്ട് അല്ലെങ്കിൽ സമ്മതിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ചില ബിംബങ്ങൾ അല്ലെങ്കിൽ ആവർത്തിക്കുന്ന ചില പ്രയോഗങ്ങൾ, ഇപ്പം ഭാഗ്യം, ഏറ്റവും സുരക്ഷിതമായ ഇടം, ഇത് ആദ്യത്തെ പാർട്ടുകളിൽ ഇപ്പോൾ 4 തവണയൊക്കെ ആവർത്തിക്കുമ്പോഴത്തേക്കും അത് ഗംഭീരമാണ്. ആദ്യത്തെ 4 തവണ അത് എക്സലന്റ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 10ാമത്തെ പ്രാവശ്യം വരുമ്പോഴത്തേക്കും അതൊരു നമുക്കൊരു അരോചകത്വം തോന്നുന്ന രീതിയിലേക്ക് അതിനെ ചുരുക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ പുസ്തകം ഓവറോൾ വായിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതാണ് എൻ്റെ ഒരു റീഡിങ് എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ, അത് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിച്ചിരിക്കാം. കാരണം ആ ഒരു നോവൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അത് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആ വെട്ടുപാറ, അല്ലെങ്കിൽ ആ ഒരു ബേസിക് തിങ് എന്താണെന്ന് നമുക്കിവിടെ ശരിക്കും കാണാനായിട്ട് സാധിക്കും. പിന്നെ സങ്കീർണമായ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്ര ക്യാരക്ടറിസ്റ്റിക്കുകളുള്ള അപ്പനും അമ്മയും ഒക്കെ ഉള്ള ആർക്കും ഇത് വായിക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു പുസ്തകം ഒരു കണ്ണാടിയായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ അത്ര സുഖകരമല്ലാത്ത ഒരു കണ്ണാടിയായിട്ടായിരിക്കും തോന്നുന്നത്. പിന്നെ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും ഈ പുസ്തകം റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് അവരുടെ വായനയിലേക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു സാമൂഹിക ചരിത്രത്തിലൊക്കെ താല്പര്യമുള്ളവർക്ക്, ഇപ്പോൾ സുറിയാനി ക്രിസ്ത്യൻ സമൂഹം, ജാതി, സ്വത്തവകാശം, പള്ളി, ഇതൊക്കെ അകത്തു നിന്ന് കാണപ്പെടുന്ന ഒരു സിനേറിയോ ഈ ഒരു മെമ്മോയർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അമ്മക്കഥ വായിക്കാൻ പ്രതീക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ അവരിത് ഈ ഒരു ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഈ കഥ നിങ്ങളെ ശരിക്കും വേദനിപ്പിക്കും. ഈ പുസ്തകം വായിച്ച് അവസാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അവശേഷിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്,
ഈ ഒരു സ്പേസിൽ, അതായത് ഞാൻ ഇരിക്കുന്ന സ്പേസിൽ എന്നെ ഞാനാക്കിയത് ശരിക്കും പറഞ്ഞാൽ സ്നേഹമാണോ അതോ ഒരു മുറിവാണോ എന്നുള്ളതാണ്. എന്റെ ഉത്തരം എന്റെ മനസ്സിലുണ്ട്. ഇനി ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ഇതേ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. അത് നിങ്ങൾക്ക് കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത ഒരു പുസ്തകവുമായി നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നന്നായി വായിക്കുക, നന്നായി എൻജോയ് ചെയ്യുക, നന്നായി ജീവിക്കുക.